का हिस्सा है कि आगे जब बच्चा फारिग होके निकले तो मेरे वालिद इरशाद फरमाते थे, जब इल्म हासिल करके जब बच्चा निकले तो वो लोगों का गुलाम ना बने बल्कि खुद के कदमों पे ठहर कर वो कुछ करने वाला बन सके। അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ഉപരിമാർഗത്തിന് പറ്റിയതായ ഏതെങ്കിലും ഒരു കല, ഒരു വിദ്യ കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ഉപ്പ പറയായിരുന്നു, നമ്മളെ ജാമ്യകളിൽ നിന്ന് പഠിച്ച് വിരമിക്കുന്ന കുട്ടികൾ അവിടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഗുലാമായി ജീവിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും വരികയില്ല, അങ്ങനത്തെ ഒരു സംഭവ വികാസം ഉണ്ടാക്കി തീർക്കണമെന്ന് ഉപ്പ സാധാരണ പറയാറുണ്ടായിരുന്നു. हम कोशिश करना जो हमको पीरों का बतलाया हुआ तरीका है हम उस पर अमल करें। മശായിഖന്മാര് നമുക്ക് കാണിച്ചു തന്ന പാന്താവേദോ ആ പാന്താവിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. देखे अगर बच्चा अगर रोड पर निकलेगा दूसरों का गुलाम होगा, जब दूसरों का गुलाम होगा, अबजन बयान करते थे उन्होंने जिस तरह बयान करना चाह रहा है वैसा नहीं कर सकता हो। ഉപ്പ പറയായിരുന്നു, നമ്മളഥവാ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കല അവിടെ ജീവിത ഉപരിമാർഗത്തിന് പറ്റിയ ഒരു കാര്യം ഈ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചില്ല, വെറും ദീനിന്റെ അറിവ് മാത്രം പകർന്നു കൊടുത്തു. അവര് പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് ഏതെങ്കിലും നാട്ടുകാരുടെ ഒക്കെ ശമ്പളം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. നാട്ടുകാരുടെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഒരാൾക്ക് വ്യക്തമായ നിലക്ക് നാട്ടുകാരോട് ദീന് തുറന്നു പറയാൻ എങ്ങനെ സാധിക്കുമെന്ന് ഉപ്പ ചോദിക്കുകയായിരുന്നു. അവരൊരിക്കലും തുറന്നുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ശമ്പളം കൊടുക്കുന്നവർ അവരാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോലത്തിൽ മാത്രമേ ദീന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരുടെ രീതി ഇങ്ങനെയാണ്. अबजन बोलते थे मस्जिद मदीना मस्जिद में बयान करते थे, മദീന മസ്ജിദിൽ സിക്കന്ദരാബാദിൽ ഉപ്പ പ്രസംഗിക്കുമ്പോൾ പറയായിരുന്നു, कमेटी वाले कई बार कोशिश की हदिया देने की, ഉപ്പാക്ക് അവിടെ എന്തെങ്കിലും വരുന്നതിന് ഒരു ഹദിയ കൊടുക്കാൻ അവിടുത്തെ കമ്മിറ്റിക്കാർ പലപ്പോഴും ശ്രമിച്ചു. अबजन बयान करते थे मैं एक चाय का भी रवादार नहीं हूँ. ഷെയ്ഖുന പറയായിരുന്നു, നിങ്ങൾ തന്ന ഒരു ചായന്റെ പേരിൽ പോലും നിങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയണമെന്ന് കടപ്പെട്ടവനല്ല ഞാൻ. अगर मैं एक चाय का रवादार रहता होता तो वो लोग जो बोल रहे हैं वो करना पड़ता. ഞാൻ അവർ ചായ കുടിപ്പിച്ചു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ആ ചായന്റെ പേരിൽ അതിന് നന്ദിയായി അവർക്ക് ഇഷ്ടപ്പെട്ടത് പറയേണ്ടി വരും. मैं पिलाता हूँ इसीलिए मैं जो चाहा वो कर सकता हूँ. ഞാനാണ് ചായ കുടിപ്പിക്കുന്നത്, ഞാൻ എന്റെ സ്വന്തം കുടിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് പറയാൻ പറ്റും. अल्हम्दुलिल्लाह अल्लाह इसे पीरों से वाबस्ता किया है. അൽഹംദുലില്ലാ ഇങ്ങനത്തെ മശായിഖന്മാരുടെ ബന്ധമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. जो लोगों को देख के अपने उन्वान को बदलने वाले नहीं, അവര് ജനങ്ങളുടെ മുഖം നോക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് വിഷയങ്ങൾ മാറ്റി പറയുന്നവരല്ല. बल्कि अल्लाह की रजा के लिए मुहम्मदुर रसूलुल्लाह की खुशनुदी के लिए अगर अच्छा है तो अच्छा है, अगर बुरा है तो बुरा है. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംതൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഏതൊരു കാര്യം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ഏത് ചീത്തയാണോ അത് ചീത്തയാണ് എന്ന് പറയും. अल्लाह का करम है, अल्लाह ताला ऐसे पीरों से और उनके जामियात से हमको वाबस्ता किया है. हम तो वाबस्ता है, कोशिश करें हम अपनी औलाद को भी वाबस्ता करने की. ഇങ്ങനത്തെ ഒരു സിൽസിലയുമായും ഇങ്ങനത്തെ ഒരു ജാമിയയുമായും അല്ലാഹു തആല അവന്റെ ഫദ്ൽ കൊണ്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനോട് ബന്ധപ്പെട്ടവരാണെങ്കിൽ നമ്മളെ മക്കളെയും ഇതുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. क्योंकि ये हमारी आखिरत का ज़खीरा है. കാരണം ഇവരാണ് നമ്മളെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ട്. हम मर जाएंगे, നമ്മൾ മരിച്ചു പോകും. अगर हमारी औलाद सालेह है, നമ്മളെ മക്കൾ സാലിഹാണെങ്കിൽ वो खबर पे आके या रहीम या करीम कहेगी, अल्लाह ताला हम पर रहम फरमाएगा. നമ്മളെ ഖബറുകൾ വന്നുകൊണ്ട് ആ മക്കള് യാ കരീം യാ റഹീം എന്ന് വിളിക്കുകയാണെങ്കിൽ അവരുടെ വിളി കാരണം അല്ലാഹു തആല നമ്മളുടെ മേൽ കൃപ ചെയ്യും. तो हम कोशिश करें अल्लाह ताला हमको सुनने से कहीं ज्यादा अमल की तौफीक अता फरमाए. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അമൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ.